ഹലോ ഗൈസ്, ഇത് ഞാൻ കുറേ ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ രാവിലെ എണീച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല മഴ പെയ്യുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. 4-5 മാസം അല്ല 2-3 മാസം ഫുള്ളായിട്ട് ചൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം, പല ഓർമ്മകളും വരുന്നു. ഒരുത്തി ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്ന് കിണിക്കുന്നുണ്ട്. ഇവിടെ കിണിക്കലെല്ലാം നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുമ്പോൾ തീരും. അപ്പൊ ഈ കിണിയൊക്കെ അങ്ങ് മാറി. ഇന്ന് എന്റെ വീട്ടിലത്തെ ആൾക്കാരെല്ലാം ഏതോ ഒരു മംഗലത്തിന് പോവാ. ഞാൻ ഈ മംഗലത്തിനൊന്നും പോകാറില്ല, കാരണം ഞാൻ ജനറേറ്റർ ആണ്, എനിക്ക് ആരെയും കാണാൻ ഇഷ്ടമല്ല. അപ്പൊ എന്റെ ലാപ്ടോപ്പിന് കുറച്ച് ദിവസമായിട്ട് ഓവർ ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നം. അതായത് ഇത് കണ്ട 92 ഡിഗ്രി സെൽഷ്യസ് 84 ഡിഗ്രി സെൽഷ്യസ്. എന്റെ PC വെച്ച് നോക്കുമ്പോൾ PC ഒന്നും ചെയ്യാണ്ടിരിക്കും, ആകെ 51 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ചൂടാവുന്നുള്ളൂ. പക്ഷെ ലാപ്ടോപ്പ് 96 87 100 ഡിഗ്രി സെൽഷ്യസ്. ഇത്രക്കാര്യം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചായച്ചമ്പൊന്നല്ലല്ലോ, ലാപ്ടോപ്പ് അല്ല. അപ്പൊ ഇത്ര അധികം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട 51 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പ് ഇത്രക്കാര്യം ചൂടായി കഴിഞ്ഞാൽ ഇതെല്ലാം അടിച്ചു പോകും. അപ്പൊ ഞാൻ ഇത് കഴിച്ചൊന്ന് റിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഇതൊന്നും എന്താണെന്നും ചിലപ്പോൾ മനസ്സിലായി ഒന്നും വരില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കി തരാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ ഉള്ളിലൊക്കെ കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഈ തെർമൽ പേസ്റ്റ്, തെർമൽ പാഡ് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഈ ദ്രവിച്ചു പോകും, പിന്നെ അതൊക്കെ കട്ട പിടിക്കും. ഇതൊക്കെയാണ് ഈ ചൂട് കൺട്രോൾ ചെയ്യുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് സർവീസ് ചെയ്തിക്കില്ലേ നമ്മളെ ലാപ്ടോപ്പ് അടിച്ചു പോകും. ഈ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അടിച്ചു പോയിക്കൊണ്ട് എന്റെ ജീവിതം കഞ്ഞിച്ചോറായി. ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങളാന്നൊക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടോ? എന്തെല്ലാന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഇത് ലുലുന്ന് വായിച്ചൊരു കാർഡാണ്, മറ്റേ ഗെയിമിങ്ങിന്റെ കാർഡ്. ആദ്യം നമ്മൾ റിപ്പയർ ചെയ്യുന്നതിന്റെ മുമ്പ് കുറച്ച് വെള്ളം കുടിക്കണം. ഇന്ന് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ലാപ്ടോപ്പിന്റെ ഉള്ളിലത്തെ തെർമൽ പാഡ്, തെർമൽ പേസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഫുള്ളായിട്ട് സർവീസ് ചെയ്യാൻ പോവാ. നിങ്ങളൊരു ലാപ്ടോപ്പ് ഇങ്ങനെ ലൈവായിട്ട് സർവീസ് ചെയ്തൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം ഒരു ലാപ്ടോപ്പ് എങ്ങനെ സർവീസ് ചെയ്യേണ്ടത്. ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചുമ്മാ ഈ വീഡിയോ എല്ലാം കണ്ടോ, ഒരു രസമല്ലേ? ആദ്യം അതിന്റെ ബാക്കിലത്തെ എല്ലാ സ്ക്രൂവും ഞാൻ ഇങ്ങനെ അയച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സാധനം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിച്ചെന്നുള്ളത് നമുക്ക് ആ വാങ്ങിക്കുന്ന സമയത്ത് മാത്രം ഓർമ്മയുണ്ട്. നമ്മൾ വാങ്ങിച്ച് കുറെ കാലം കഴിയുമ്പോൾ നമ്മളെടുത്ത് അതങ്ങ് മറന്നു. പിന്നെ നമ്മൾ അത് തോന്നിയ പോലെയൊക്കെ ഉപയോഗിച്ച് അതൊക്കെ നശിപ്പിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം വാങ്ങിക്കുമ്പോൾ മാത്രം അതിന് ഭയങ്കര വില, വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഒരു പുല്ല് വില പോലെ അത് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ നല്ല സാധനങ്ങളൊന്നും ജീവിതത്തിൽ കിട്ടൂല. എനിക്ക് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് എന്റെ സാധനങ്ങളൊക്കെ ഒരുമാതിരി എന്താ പറയാ, ആർക്കും വേണ്ടാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ മൂലക്കൊക്കെ ചാടി ഒരു കെയറും കൊടുക്കാണ്ട്. പക്ഷെ വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എനിക്കത് വേണം, എനിക്കത് കിട്ടണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വായിച്ചതായിരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അവിടെ മൂലക്കിട്ട് ഒരു കെയർ പോലും കൊടുക്കാത്ത രീതിയിൽ പുല്ല് വില എന്ന് പറയത്തില്ല, അങ്ങനത്തെ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഒന്നും മര്യാദക്ക് കിട്ടാറില്ല. നമ്മളെ കയ്യിലുള്ള എന്ത് ചെറിയ സാധനമാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല കെയർ ആയിട്ട് കൊണ്ടുപോകണം. നമ്മൾ എത്രത്തോളം നമ്മളെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നു അത്രത്തോളം നമുക്ക് ആ സാധനം കുറെ കാലം നമ്മളെ കയ്യിൽ തന്നെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഉണ്ടാവും. അതിന് ലാപ്ടോപ്പ് എന്ന് മാത്രമല്ല ഗൈസ്, എന്ത് സാധനം അയക്കണം. ഞാനിപ്പോ കാലം എന്തിനകത്ത് കാണിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാപ്ടോപ്പ് അയച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സർക്യൂട്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐസ്യു, ഇതിന്റെ ഉള്ളിലെ മദർ ബോർഡ്, അതൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ കാല് തറയിലാണെങ്കിൽ ഇതിന്റെ അകത്തേക്ക് ഈ എർത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് അടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ സാധനമൊക്കെ അടിച്ചു പോകും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നിലത്തുനിന്നുള്ള കാൽ ടച്ച് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് തൊടാൻ പാടില്ല. അപ്പൊ ഈ സാധനമൊക്കെ അടിച്ചു. ഇതാണ് ലാപ്ടോപ്പിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ തലയൊക്കെ കറങ്ങും, ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ എന്നെല്ലാം പറഞ്ഞു. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഇവിടേക്ക് എന്നെ പീടിലൊന്നും കൊടുക്കാറില്ല, കാരണം എനിക്ക് കുറെ സാധനങ്ങൾ ഒറ്റയ്ക്ക് തന്നെ റെഡിയാക്കാൻ അറിയാം. നിങ്ങളിപ്പോ എന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരുത്തെന്നുള്ള രീതിക്കല്ല അറിയുള്ളൂ. ആക്ച്വലി ഞാനിപ്പോ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇത്ര കാലം എങ്ങനെ ജീവിച്ചെന്ന് നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ലല്ലോ. ഞാൻ പണി എടുത്തിട്ടാണ് ഒരു സമയത്ത് ജീവിച്ചത്. ഞാൻ മൊബൈൽ റിപ്പയർ ചെയ്യാറുണ്ട്, ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ബൈക്ക് റിപ്പയർ ചെയ്യാറുണ്ട്, സൈക്കിൾ റിപ്പയർ ചെയ്യാറുണ്ട്, പിന്നെ ഫാൻ റിപ്പയർ ചെയ്യാറുണ്ട്. എന്തൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും അതൊക്കെ റിപ്പയർ ചെയ്യും. പക്ഷെ എല്ലാം പടക്കായി പോയി ലാസ്റ്റ്. ഇതാണ് തെർമൽ പാഡ് എന്ന് പറയുന്ന സാധനം. ഇതിന്റെ ഉള്ളിലാണ് തെർമൽ പാഡ് ഉള്ളത്, അതേപോലെ തന്നെ തെർമൽ പേസ്റ്റും. അപ്പൊ ഈ തെർമൽ പാഡും ഈ തെർമൽ പേസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ വീഡിയോ കണ്ടോട്ടെ, വേറെ തന്നെ ഒരു രസമല്ലേ. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ലൈക്കും കമന്റ് ഒക്കെ ആയിട്ട്, കാരണം എന്റെ ഈ ചാനലിൽ അത്ര വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊരു താല്പര്യം കൂടി വരും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സ്ക്രൂ ഒക്കെ അയച്ച് ഇനിയിപ്പം കണ്ട് ഇതിന്റെ ഉള്ളിൽ ആ കാണുന്നതാണ് തെർമൽ പേസ്റ്റ്, ആ വെള്ള കളറുള്ള സാധനമാണ് തെർമൽ പാഡ്. അപ്പൊ ഇത് മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്ത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് പുതിയ
തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം, തെർമൽ പാഡ് ചേഞ്ച് ചെയ്യണം, ലാപ്ടോപ്പിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ടെമ്പറേച്ചർ കൂടിയെങ്കിൽ ഒരു 94°C ഒക്കെ അത് നമുക്ക് കുറക്കാൻ പറ്റും. ചൂട് കൂടി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അടിച്ചു പോകും. 100% ആൽക്കഹോളിക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് തുടക്കുന്നത്. അതിനെ കൊണ്ട് തുടച്ചാൽ അതിന്റെ ആ പേസ്റ്റ് ഒക്കെ മൊത്തമായിട്ട് പോകുള്ളൂ. ഇതൊക്കെ കട്ട പിടിച്ചിരിക്കുവാണ്. ഇതൊക്കെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യൂല. അങ്ങനെയാണ് ഈ ലാപ്ടോപ്പ് ചൂടായി പോകുന്നത്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ ഞാൻ പണ്ട് ഇതുപോലത്തെ പണിയൊക്കെ കുറെ എടുത്തോണ്ട് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം. ആരെയും സഹായം ആവശ്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ. അതും ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കണേ. ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം സാധനം ഉണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം. ഞാൻ ക്ലീൻ ആക്കുന്ന സാധനങ്ങൾ മാത്രം ക്ലീൻ ആക്കിയാൽ മതി, അല്ലാണ്ട് എല്ലാ സാധനങ്ങളൊന്നും ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒസുവാസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ എന്തെങ്കിലും ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സംശയം അത് ശരിക്കും ക്ലീൻ ആയിനോ, അത് ശരിക്കും ആയിനോ, അത് ശരിക്കും റെഡി ആയി, ഞാൻ പിന്നെയും ചെയ്ത് തന്നെ പിന്നെയും ചെയ്തോണ്ട് അതെനിക്കൊരു അക്കാശക്ക ഒസുവാസ് എന്നൊക്കെ പറയും. ഒരു ഇത് എന്താ പറയാ, ഒരു തൃപ്തി ഇല്ലാത്ത. ഇനി ഈ ബ്ലോവർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ കാറ്റ് പോയി ഇതിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇത് അടിച്ച് തെറിപ്പിക്കുക. ഇതിന്റെ ഉള്ളിലെ കച്ചറയും പൊടിയൊക്കെ ഉണ്ടാകത്തില്ലേ ലാപ്ടോപ്പിന്റെ, അതൊക്കെ അടിച്ച് തെറിപ്പിച്ച് പറപ്പിക്കുക. ഈ സാധനം ലാപ്ടോപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ, എന്തൊക്കെ ഇലക്ട്രോണിക് സാധനമാണെങ്കിലും റൂമിലത്തെ പൊടിയാണെങ്കിലൊക്കെ അടിച്ച് തെറിപ്പിക്കാൻ പറ്റും ആ സാധനം. അതെ, ഞാൻ ഈ ഹീറ്റ് സിങ്ക് ആണ്, ആ സ്വർണ്ണ കളർ പോലത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് സിങ്ക് എന്നാണ് പറയാൻ. അത് കൂടിയാണ് ഈ CPU-നും GPU-നും നല്ല തണുപ്പ് വരുന്നത്. ഈ AC ഒക്കെ പോലത്തെ തണുപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരാൻ. പക്ഷെ ആ തണുപ്പ് നേരെ ഈ സിൽവർ കളറിൽ തിളങ്ങുന്ന സാധനത്തിലേക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ അടിയിൽ ഈ തെർമൽ പേഡും പേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ ആ തണുപ്പ് പ്രോപ്പറായിട്ട് കിട്ടും. അങ്ങനെ ഓരോ കട്ട കണ്ടോ നിങ്ങൾ കറുത്ത കളറിൽ, അവിടേക്ക് ഞാൻ എന്റെ പീസ് ഇങ്ങനെ കഷ്ടമായി മുറി വെക്കുന്നുണ്ട്. ഇത് ഇത്രയും സ്പീഡിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ എത്ര സമയം മെനക്കെട്ടിട്ടാ ചെയ്തെന്നറിയാം. ഇതാണ് SSD, NVMe SSD എന്നാണ് എന്നിട്ട് പറയുന്നത്. ഇതിന്റെ അടിയിൽ ഒരു ചെറിയ പാഡ് ഉണ്ട്, അതും കൂടി ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയ പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പരിപാടി ഒന്നല്ല, കുറച്ച് അധികം ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനിയാണ് മോനെ ഇതിന്റെ മുകളിൽ ഈ പേസ്റ്റ് തേക്കൽ. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടി. കാരണം ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പേസ്റ്റ് ഓവറായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവും. ഇനി ഒട്ടും ഇല്ലെങ്കിലും ഓവർ ഹീറ്റ് ആവും. അപ്പൊ ഇതിൽ രണ്ടിന്റെ മീഡിയം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇതിന്റെ മണ്ടൊക്കെ പെയിന്റ് അടിക്കാൻ. ഇപ്പൊ ഞാൻ അത് ഓവറും അല്ല എന്നാ ഒട്ടും ഇല്ലാത്തില്ല എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് അവിടെ സൂക്ഷിച്ച് വേറെ എവിടെ തട്ടാണ്ട് എനിക്ക് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര അത്യാവശ്യമാണ്. ഞാൻ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അത് കള്ളപ്പണി എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അത് എന്റെ സാധനമാണ്. ഞാൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കള്ളപ്പണി കിട്ടും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് 100% ആത്മാർത്ഥത പുലർത്തുന്നവനാണ് ഞാൻ. അപ്പൊ നമ്മൾ തെർമൽ പേഡും തെർമൽ പേസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഓരോരോ സ്ക്രൂ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. ആരെങ്കിലൊക്കെ എന്റെ വീഡിയോ കണ്ട് ഇതുപോലെ ഒറ്റയ്ക്കല്ല ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിസർച്ചും വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്തോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന പോലെയല്ല എല്ലാ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ കഴിച്ചാലും വെവ്വേറെ മോഡലിലാണ് സംഭവങ്ങൾ വരുന്നത്. അറിയാണ്ട് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം പടക്കായി പോയിട്ട് എന്നോട് പറയണ്ട. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ തെർമൽ പാഡൊക്കെ വെച്ച് ഫുള്ള് സ്റ്റേ ചെയ്ത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ഇത് കട്ട് ചെയ്ത് വെച്ച പാഡാണ്. ഇതിപ്പോ നോക്കി ഇവിടെ മൊത്തം അലങ്കോലായി കിടക്കുക. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടി ചെയ്യുന്നു. ഉമ്മയുണ്ട് എന്നെ അടിച്ച് വായിച്ചേനെ. ഇതാണ് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചാടിയ തെർമൽ പാഡ്. ഇത് കണ്ട ദ്രവിച്ച് കണ്ട നിങ്ങൾ അവിടെയൊക്കെ പൊടിഞ്ഞു പോയുണ്ട്, കീറിപ്പോയത് കണ്ടോ. ഇതാണ് എന്റെ പുതിയ തെർമൽ പാഡ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഏകദേശം ഞാൻ ആ സാധനം കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ മൊത്തമായിട്ട് ഫിനിഷ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഏകദേശം 3 മണീന്റെ അടുത്ത് ആയിട്ടുണ്ട് സമയം. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാരും മങ്ങത്തിന് പോയിട്ട് ഇവിടെ ചോറും കറിയും ഫുഡും ഒന്നും ഇല്ല. ഇത് തീർത്തിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഞം പറഞ്ഞ് തിന്നാൻ. ഇത്രയും സമയം ഞാൻ വെള്ളം കുടിച്ചാൽ പണിയെടുത്തത്. അപ്പൊ ഏകദേശം ഞാൻ ആ സാധനം ഇട്ടിട്ട് ഒന്നും കൂടി ഞാൻ ഈ ഒസുവാസ് കൊണ്ട് ഈ സാധനം എടുത്ത് അടിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇടുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് പൊടി ഇതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ പൊടി കയറിയോ, എനിക്ക് കയറിക്കില്ല. അങ്ങനെ അതൊക്കെ ഒന്നും കൂടി ആ ബ്ലോവർ വെച്ച് അടിച്ചിട്ട് എനിക്ക് നല്ല പോലെ വിശന്ന്. ഞാൻ അപ്പോൾ അടുക്കളയിൽ പോയിട്ട് എന്താണാ ഉള്ളത് എന്തൊക്കെയോ തിന്നുണ്ട്. ഞാൻ എന്താ തിന്നത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറെ ദിവസമായല്ലോ. അനക്കൊന്നും വല്ല ബിസ്ക്കറ്റാ മുറുക്കാ വല്ല റോട്ടി അങ്ങനത്തെ എന്തോ തോന്നുന്നു. എനിക്ക് ചമച്ച് തിന്നു. ചോറിന്റെ സമയം കഴിഞ്ഞിന് ഹോട്ടലൊന്നും പോയിട്ട് ചോറൊന്നും കിട്ടൂല. ഇനി ബയ്യ ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ല മുട്ടപ്പപ്സ് അങ്ങനെ മായ്ച്ച് തിന്നണം. ഇത് അഴിക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇടാൻ അത്ര വലിയ പണിയില്ല. അഴിക്കാൻ കുറച്ച് നല്ല സീൻ ഉണ്ടായിരുന്നു. ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയിട്ടാണ് അയക്കേണ്ടത്. എല്ലാ സാധനം നശിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ അത് ശരിയാക്കാനാണ് ഭയങ്കര പണി. അപ്പൊ ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഏകദേശം എന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ലാപ്ടോപ്പ് ഓണാവോ ഇല്ലോ എന്നാണ് എന്റെ ഏറ്റവും വലിയ സംശയം. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഇത് ലാപ്ടോപ്പ് ഓണാക്കി പക്ഷെ അത് ഓണാകുന്നില്ല. ഞാനിപ്പോ എന്റെ നെഞ്ച് കത്തിയോണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കുന്നത്. ഇനി മുകളിൽ പോയിട്ട് ആ ചാർജിങ് വയർ കുത്തിയിട്ട് ഓണാക്കി നോക്കണം. എന്റെ നെഞ്ഞ് കത്തുന്നുണ്ട്. ഇതെങ്ങാനും വിടക്കായ എന്നും ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നോക്കണ്ട വരുവാ എന്തേലും അടിച്ചു പോയാ. കാരണം നമ്മൾ ഈ ബാറ്ററി ലാപ്ടോപ്പിന്റെ ഊരിയിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചാർജിങ് പ്ലഗ് കുത്തിയാലേ പിന്നെ ലാപ്ടോപ്പ് ഓൺ ആവില്ല. അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചാർജിങ് പ്ലഗ് കുത്തി ചാർജർ കുത്തി ഞാൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പവർക്കി അങ്ങ് ഞെക്കി. ഭാഗ്യത്തിന് ആ ലൈറ്റ് ഒക്കെ കണ്ട് ആദ്യം ഞെക്കിയ ലൈറ്റ് ഒന്നും വന്നില്ല. എന്റെ നെഞ്ച് കത്തിയിട്ട് ഞാൻ അങ്ങ് ചായന അപ്പം തന്നെ. ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷം
സന്തോഷമായത്. അത് ഓണായ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ തുള്ളുന്നത്. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് അത് ശരിയായ കാണുമ്പോൾ ഇല്ല, വേറെ തന്നെ ഒരു സന്തോഷമാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണം, പടക്കാക്കാൻ പാടില്ല, ശരിയാക്കണം. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വിചാരിക്കും എനിക്ക് എന്തെല്ലോ സൂപ്പർ പവർ ഉണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഇവിടെ പറയാൻ ആരും ഇല്ലല്ലോ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ തന്നെ ഒറ്റക്ക് പറയുക ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ എന്താ പറഞ്ഞാൽ സുന്ദരൻ, അത് വരെ കാര്യം. പിന്നെ രാവിലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ ലാപ്ടോപ്പ് ഓവർ ഹീറ്റാന്ന് ഇഷ്യൂ കാരണം ഞാൻ ഓൺലൈനിൽ ഈ ലാപ്ടോപ്പിന്റെ അടിയിൽ വെക്കുന്ന ഒരു കൂളിംഗ് പാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ രാവിലെ വന്നപ്പോൾ അൺബോക്സിങ് ചെയ്തായിരുന്നു. അത് ഇതിന്റെ മിഡിൽ ഞാൻ ഇപ്പൊ ആഡ് ചെയ്യുന്നതാണ്. ഉറക്കത്തുനിന്ന് എണീച്ച വടന്നെ ഞാൻ എടുത്ത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആണ് കഴിച്ചത്. അത് ക്യാമറ ഒന്നും എനിക്ക് പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറ്റില്ല. ഇത് ക്രയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു സാധനം, പ്രമോഷൻ ഒന്നല്ലേ. അല്ലെങ്കിൽ ഈ കുഞ്ഞി ചാനൽ ആരൊക്കെ പ്രമോഷൻ തരാനാ, സ്വന്തമായിട്ട് എന്റെ പൈസക്ക് എന്റെ ആവശ്യത്തിന് വാങ്ങിച്ച സാധനമാണ്. ഈ ലാപ്ടോപ്പ് ഒക്കെ ഓവർ ചൂടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റാൻഡ് വാങ്ങി ലാപ്ടോപ്പിന്റെ അടിയിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതിന്റെ അകത്ത് നല്ല ഫാൻ ഉണ്ട്. ഈ ഫാൻ ഇട്ടാൽ കറങ്ങും. ഈ ഫാൻ അടിയിൽ മുകളിലോട്ടേക്ക് നല്ല രീതിക്ക് കാറ്റ് സക്ക് ചെയ്ത് മൊത്തം തണുപ്പിച്ച് തരും ലാപ്ടോപ്പ്. കുറെ സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് 3000 RPM സ്പീഡുള്ള സാധനം. ഇതിന്റെ ലോക്കലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതൊന്നും ഉപയോഗമില്ല. വായിക്കുന്നുണ്ട് ഇതുപോലത്തെ നല്ല സാധനം വായിക്കണം. എന്റെ ഒരു കണ്ടീഷനാണ്, നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് വായിക്കാൻ പോകും, അപ്പൊ അത്യാവശ്യം നല്ല സാധനം തന്നെ വായിക്കാം. നമ്മൾ ഈ ലോക്കൽ വായിക്കും ഒന്ന് നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ലോക്കൽ വായിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ ആ സാധനത്തിനും പ്രോപ്പറായിട്ട് നല്ലൊരു റിസൾട്ടും ഉണ്ടാവില്ല. വെറുതെ പൈസയും പോയി അതിന്റെ ഒപ്പം ചെറിയ പൈസയും കൂടി കൂട്ടിക്കാൻ നല്ല സാധനം ചിലപ്പോൾ. പക്ഷെ ഒരു പ്രശ്നം പറ്റി, ഈ സാധനം അത്യാവശ്യം നല്ല തടിയുള്ളതുകൊണ്ട് എന്റെ ചാർജിങ്ങിന്റെ പിന്നില്ല, അത് ലാപ്ടോപ്പിലേക്ക് എത്തുന്നില്ല. ഇത് നോക്കി ഞാൻ അതിന്റെ ഉള്ളിൽ കുറെ അത് ടാഗ് ഇട്ട് വെച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ആ വയർ എത്തുന്നില്ല. ഞാൻ ഇപ്പോൾ വട്ടത്തിൽ മൂഞ്ചിട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം ഇത്ര വലിയ വയർ എത്തുന്നുള്ളൂ. അവിടെയാണ് ചാർജിങ്ങിന്റെ പോർട്ട് വരുന്നത്. ഞാൻ കൊന്നിട്ട് എനിക്ക് അവിടെ എത്തുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കാരണം ഞാൻ ഇത് വയർ അവിടെ ഇവിടെയൊക്കെ ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് വയർ കണ്ട് വൃത്തികേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ല, ഈ കമ്പ്യൂട്ടറിന്റെ ബാക്കിൽ തന്നെ ഞാൻ വയറൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഞാൻ എവിടെയോ ഇതിന്റെ എക്സ്ട്രാ വയർ മടക്കി കെട്ടി വെച്ചാൽ അത് നിവർത്തി കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി ലെങ്ത് കിട്ടും. അപ്പൊ അത് ഞാൻ ഇത്രയും വയറിന്റെ ഇടയ്ക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കണം. ഞാൻ എന്റെ പീസൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തല കറങ്ങും. ടേബിളൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഞാൻ പറയാലോ മറ്റേ വിമാനത്തിന്റെ എഞ്ചിന്റെ ഉള്ളിലുള്ള അത്രയും വയറുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തല കറങ്ങും. പക്ഷെ എനിക്ക് എല്ലാ വയർ ഏതിന്റെയാന്നൊക്കെ പ്രോപ്പർ ആയിട്ട് അറിയാം, കാരണം ഞാനാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ എനിക്കറിയാണ്ടിരിക്കോ? കൊലച്ചിരിയാന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയും വയർ ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇത് കണ്ട് തല കറങ്ങത്തുള്ളൂ. അങ്ങനെ ഞാൻ ഒരു കത്തി, ഒരു ടോർച്ച്, ഇതാണ് ടാഗ്. ആ വയർ ഞാൻ എവിടെയാ കൂട്ടി കെട്ടിയെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ. ഇതിൽ കൂടിയാണ് അത് അപ്പുറത്തേക്ക് പോകുന്നത്. ആ സൈഡിലാണ് എന്റെ ലാപ്ടോപ്പ് വരുന്നത്. ഇവിടുന്നാണ് കണക്ഷൻ പോകുന്നത് മൊത്തമായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ വയർ അവിടുന്ന് ടാഗ് കഴിച്ച് നേരെ അതിലേക്ക് കണക്ട് ചെയ്ത് ഇത്ര സ്പേസ് ഒക്കെ ആക്കി മോനെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിലാണെങ്കിലും എല്ലെങ്കിലും എന്തിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉറപ്പായിട്ട് ഉണ്ടാവും. നമ്മൾ തളരാൻ പാടില്ല, സൊല്യൂഷന് വേണ്ടി പരിശ്രമിക്കുക. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പാഠമായിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഞാൻ ആ സാധനം വർക്കാവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഫ്ലഗ് കണക്ട് ചെയ്ത് നോക്കി. ഇതിന്റെ അകത്ത് നോക്കിക്കേ, ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്, നീല കളറുള്ള ലൈറ്റ്. ഇവിടെ ഞെക്കിക്കണ വയലറ്റ് ആയി, പിന്നെ ഞെക്കിക്കണ ചുവപ്പായി, പിന്നെ ഞെക്കിക്കണ ഇങ്ങനെ പായുന്ന ലൈറ്റ് ആയി, ഓടുന്ന ലൈറ്റ്, കറങ്ങുന്ന ലൈറ്റ്, തുള്ളുന്ന ലൈറ്റ്. എന്തോ ഒരു ലൈറ്റ് ആയി ഇതിന്റെ അകത്ത് ഉള്ളത്. ഇതിന്റെ സ്പീഡ് കണ്ട 3000 RPM. അത് ഞെക്കിക്കഴിഞ്ഞ ലൈറ്റ് മാറും. ഇതിൽ പലതരം കളർ കത്തുന്നുണ്ട്. അത് കുറക്കാനും കൂട്ടാനും പറ്റും ഈ സാധനം. ഇതിന്റെ ഉള്ളിൽ ഫാൻ ആണ് കേട്ടോ, അത് കറങ്ങുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ, നീല കളർ. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റ് ഉള്ള ലൈറ്റ്. ഇത് ലാപ്ടോപ്പ് ഊരിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പാണ്. ഇതൊക്കെ ആക്ച്വലി നല്ലതാ, കുറെ കാലം ലാപ്ടോപ്പ് ഒരു പ്രശ്നം ഇല്ലാണ്ട് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്നുള്ള കാറ്റ് മുകളിലോട്ടേക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. ഇനി എന്റെ ലാപ്ടോപ്പ് നല്ല രീതിക്ക് അങ്ങോട്ട് ചൂടൊക്കെ തണിഞ്ഞ് നല്ല തണുത്ത പാലും വെള്ളം പോലെ ആവും. മാറ്റിയ ബെഞ്ചും ഡെസ്കൊക്കെ തിരിച്ച് അങ്ങോട്ടൊക്കെ തന്നെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇരട്ടി പണിയുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഈ ലാപ്ടോപ്പ് കുത്തിയിട്ട് അത് വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചത്, നോക്കുമ്പോ പിന്നെ സമയം കുറെ പോയി. അങ്ങനെ ആക്ച്വലി എല്ലാം മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് മോനെ, ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഹീറ്റ് ഇപ്പൊ എത്രയുണ്ട്? ആദ്യം 94°C അല്ല, അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്തൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ടോ? വർക്കിംഗ് ആണോ നോക്കണ്ടേ? അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ 52°C. നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് ഒന്നും ചെയ്യാണ്ട് അനങ്ങാണ്ട് വെക്കുമ്പോൾ ഏവറേജ് ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളെ ലാപ്ടോപ്പിന്റെ ഉള്ളിലെ തെർമൽ പേഡും പേസ്റ്റും മാറ്റാനുള്ള സമയമായി. അത് നിങ്ങൾ ഇനി പഠിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടിക്കില്ല നിങ്ങൾ വിചാരിക്കണം. ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് അത് ഞാനാണ് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളൊരു ലൈക്ക് അടിക്കണം. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ സംഭവമല്ലേ, ഞാൻ അതിൽ ചേഞ്ച് ചെയ്ത് ഞാൻ സൂപ്പർ
പറയാല്ലേ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ ഓർത്ത് അഭിമാനം തോന്നും. അത് കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് ഇപ്പം കണ്ട 48 ഡിഗ്രി സെൽഷ്യസ്, 94, 86 ഡിഗ്രി സെൽഷ്യസ്. എത്ര ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറന്റ് ആയിരുന്നു വന്നത് നോക്കിക്കേ. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസും കുറയും. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്തത്. അല്ലെ ഇതൊക്കെ അടിച്ചു പോരും ദിവസം. ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പൊ എന്തൊരു സമാധാനം ഉണ്ടെന്ന് അറിയോ. കുറെ ദിവസമായിട്ട് എനിക്ക് സമാധാനം ഇല്ലായിരുന്നു ഈ ഡിഗ്രി സെൽഷ്യസ് കൂടിയ കണ്ടി. എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്റെ ബെഡ് മൊത്തം കൊരണ്ട് കിടക്കുവാണ്. അത് ഉമ്മ തിരുമ്പിയതെല്ലാം കൊണ്ടുപോയി എന്റെ ബെഡിലാണ് കൊണ്ടുപോയിട്ട് ഇട്ടത്. അതൊക്കെ മടക്കി വെക്കണം. കുറെ ദിവസമായി ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഇടുന്നു, അപ്പുറത്തുനിന്ന് പിന്നെ ഇപ്പുറത്തേക്ക് വെക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നനഞ്ഞ് ഇനി ഫുള്ളായിട്ട് നിങ്ങൾ കുളിച്ചാളി. എന്തായാലും നമ്മൾ പണിയെടുത്ത് അവശനായിട്ടുള്ള അപ്പൊ മൊത്തമായിട്ട് അങ്ങ് പണിയെടുത്ത് തീർത്തുള്ള ബെഡിലുള്ള സാധനമൊക്കെ എടുത്ത് ക്ലീൻ ആക്കി മാറ്റി. ബെഡ് ഇതേപോലെ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ മൊത്തം ഞാൻ ഇത് വെച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ എന്റെ എന്ത് സാധനമാണെങ്കിലും എന്ത് സാധനം എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം ഞാൻ ഇത് എത്രത്തോളം കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം നിങ്ങൾ നോക്കി 6:30 അല്ല സോറി 5:30 ചോറ് പോലും നിന്നിക്കില്ല. ഞാൻ തളർന്നിരിക്കും. രാവിലെ ആകെ ഒരു 10 കടലൊക്കെ കറിയും കണ്ടാ തിന്നെ. ഇനി നമുക്ക് എന്തെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു. ഈ സമയമൊക്കെ ആവുന്നപ്പോഴത്തേക്ക് എല്ലാ ഷോപ്പിലെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ട്. ചോറ് ഇനി എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഒരുത്തൻ നല്ലോണം നക്കി കുളിക്കുന്നു. ഓന്റെ നക്കലും കുളിക്കലും കിടക്കലും കണ്ടായിരിക്കും ഓന്റെ പൊരയാന്ന്. ഇത് ഏത് പൂച്ചാന്ന് പോലും എനിക്കറിയില്ല. എന്റെ പൊരക്ക് ഇതുപോലെ ഏതെല്ലോ പൂച്ചൊക്കെ വന്ന് ഇങ്ങനെ കടന്നുറങ്ങും. എനിക്ക് പൂച്ചനെ ഇഷ്ടമുണ്ട്. ഞാൻ ഇവനെ ഒന്നും പായിപ്പിക്കാറില്ല, കടന്നോട്ടെ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കും ഭാഗ്യത്തിന് കടിയൊന്നും തീർന്നിക്കില്ല. ഇത് എന്റെ ഫേവറേറ്റ് സ്പോട്ട് ആയിട്ടാ. ഇവിടെ നല്ല ചൂടുള്ള മുട്ട പപ്സ് കിട്ടും. പക്ഷെ എനിക്ക് മുട്ട പപ്സ് തിന്നാനുള്ള ഇതില്ലായിരുന്നു. ഇവിടെ എന്തോ ഷവർമ്മ പോലത്തെ എന്തോ ഒരു റോള് പിന്നെ ഈ ബർഗർ പോലത്തെ സാധനം അത് രണ്ടും വായിക്കാൻ വെച്ച്. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ 2-3 കൊത്തി തിന്ന സാധനമൊക്കെ വായിച്ച് കുടിക്കുന്ന ഒരു ഫ്രൂട്ടിയുമായി തിരിച്ച് ഞാൻ റൂമിൽ വന്ന് എനിക്ക് താഴത്തൊന്നും ഫുഡ് കഴിക്കും. ഞാൻ എന്റെ റൂമിൽ തന്നെ വന്നിട്ട് ഫുഡ് കഴിക്കും. ഞാനൊരു റൂമോളിയാണ്. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ റൂമിൽ തന്നെ വരും. ഞാൻ അത് നോക്കുമ്പോൾ എന്തോ ഒരു റബ്ബറും കഷ്ണം. ഇത് എനിക്കൊന്ന് ചിക്കനൊന്നല്ല തോന്നി, എലിയ പന്നിയെങ്ങാനാന്ന് തോന്നുന്നുണ്ട്. ഷവർമ്മ എന്തോ എലിപ്പിട്ടെങ്ങാനും മണക്കുന്നു. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാത്തോണ്ട് ഞാൻ തിന്നു. ഞാൻ ചാവോന്നൊന്നും അറിയില്ലായിരുന്നു അന്ന്. ഭാഗ്യത്തിന് ഈ വീടിനെ ഇപ്പൊ കുറെ ദിവസം ശേഷം എടുക്കുന്നതുകൊണ്ട് ഞാൻ ചത്തിട്ടൊന്നുമില്ല. എന്നാൽ ആ റബ്ബറും കണ്ട് എന്തോ ഇറച്ചില്ലടാ എന്തായാലും അത് ഇതെന്തോ എലീനെങ്ങാനാന്ന് തോന്നുന്നു. പന്നെ പോലെ ഉച്ചക്ക് ചോറല്ല ഇതുപോലെ തിന്നാണ്ട് ഇമാതിരി ഓരോ സാധനങ്ങളൊക്കെ കുടിച്ചിട്ട് തിന്നിട്ടൊക്കെ നടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ട്. അതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കുറെ പണിയൊക്കെ എടുത്തല്ലോ, അപ്പൊ പ്രോപ്പറായിട്ട് മെയിലൊന്നും തിന്നാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ബർഗർ മാറ്റി ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പൊ ഇതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റി കുടിച്ചൊക്കെ ജീവിക്കുന്നതാണെങ്കിൽ നിങ്ങളെ വയറൊക്കെ അലമ്പായിട്ട് നിങ്ങളെ മൊത്തം ഹെൽത്ത് കണ്ടീഷനൊക്കെ അലമ്പാവും. ഞാൻ പിന്നെ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമേ തിന്നു നോക്കി. അപ്പൊ മൊത്തമായിട്ട് ഫുള്ള് തിന്നെല്ലാം കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ സമാധാനം കുറച്ചവിടെ കിടക്കാന്നപ്പോഴത്തേക്ക് പുരക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഒരുത്തൻ ക്യാമറയിൽ നോക്കി ഇതാക്കുന്നുണ്ട്. എന്നാ പിന്നെ ഓക്കെ.